അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം 10 മണിക്കൂർ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് ആ സന്ദേശമെത്തി. വളരെ വേഗത്തിൽ അടിയന്തരമായി തന്നെ വിമാനം തിരിച്ചിറക്കാനുള്ള ഉത്തരവ്. മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലാതെ തിരിച്ചിറക്കേണ്ടി വന്നിരിക്കുന്നു. അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അധികൃതർ പങ്കുവയ്ക്കുകയാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് 10 മണിക്കൂർ നേരം വ്യോമമേഖലയിൽ പറന്നതിന് ശേഷം തിരിച്ചിറക്കിയത്. എന്നാൽ തിരിച്ചിറക്കാനുള്ള കാരണമെന്ത് എന്നുള്ളത് എയർ ഇന്ത്യ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. ശുചിമുറിയിലെ വലിയൊരു തകരാർ, അതുമൂലം തന്നെയാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കേണ്ടി വന്നത്. എയർ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 12 ശുചിമുറികളാണ് വിമാനത്തിനുള്ളിലുള്ളത്. എന്നാൽ 12-ൽ 11 പൊടുന്നനെ തകരാറിലായിരിക്കുന്നു. എന്താണ് കാരണമെന്നുള്ളതറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ക്യാബിൻ ക്രൂ സംഘം. യാത്രക്കാരുടെ അവസ്ഥയടക്കം കണക്കിലെടുത്ത് ഇത്രയധികം ദൂരം യാത്ര ചെയ്യേണ്ട, താണ്ടേണ്ട വിമാനത്തിന് ഇങ്ങനെ ഗുരുതരമായൊരു പ്രശ്നമുള്ളത് മനസ്സിലാക്കി വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നുവെന്നാണ് എയർലൈൻ വൃത്തങ്ങൾ പറയുന്നത്. മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. രാത്രി നിയന്ത്രണമുള്ളതുകൊണ്ടാണ് മറ്റിടത്താവളങ്ങളിൽ ഇറക്കാതെ തിരിച്ചിറക്കിയതെന്നും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ശുചിമുറികളിൽ നിന്ന് പോകുന്ന പൈപ്പുകളിലൊക്കെ തന്നെ പോളിത്തീൻ കവറുകൾ, വലിയ തുണി, പുതപ്പ്, സാനിറ്ററി നാപ്കിനുകൾ ഇങ്ങനെയുള്ള അജൈവ വസ്തുക്കൾ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ശുചിമുറി പ്രവർത്തനരഹിതമായിരിക്കുന്നു. ഇത്രയധികം മാലിന്യം എങ്ങനെയാണ് ഇതിനുള്ളിൽ കുടുങ്ങിയത്? ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തൊരു പ്രവൃത്തിയാണോ? ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ വേണ്ടി, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത വിമാനത്തിൻ്റെ യാത്രയടക്കം ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തിയിലേക്ക് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. ശുചിമുറികൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, എക്കണോമിക് ക്ലാസ് എന്നിവയിലായി 340 സീറ്റുള്ള ഈ കൂറ്റൻ വിമാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത്. എയർ ഇന്ത്യ അധികൃതരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ മാർച്ച് 6-ാം തീയതി ഷിക്കാഗോയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട AI-126 വിമാനം സാങ്കേതിക കാരണം കൊണ്ട് തിരിച്ചിറക്കിയെന്നാണ് എയർ ഇന്ത്യ വക്താവ് പറഞ്ഞത്. എന്നാൽ ഷിക്കാഗോയിൽ ലാൻഡ് ചെയ്തതിന് പുറകെ യാത്രക്കാർക്ക് എയർ ഇന്ത്യ താമസ സൗകര്യം അടക്കം ഏർപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. തുടർന്ന് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ, സമാന്തരമായ നടപടികളൊക്കെ തന്നെ കൈക്കൊണ്ടുവെന്ന് എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കുകയുണ്ടായി. യാത്രക്കാർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുകയും അവർക്ക് ശരിയായ രീതിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.